ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. സർവം കൃഷ്ണാർപ്പണമസ്തു. നമസ്കാരം. ഇന്ന് നമുക്ക് രണ്ടാമത്തെ അധ്യായത്തിലെ, അതായത് സാഖ്യയോഗത്തിലെ 25-ാമത്തെ ശ്ലോകമാണ് നോക്കേണ്ടത്. 25, 26, 27 3 ശ്ലോകങ്ങൾ നമുക്ക് മനസ്സിലാക്കാം. 25-ാമത്തെ ശ്ലോകം നോക്കാം. അവ്യക്തോയം അചിന്യേയം അവികാര്യോ അയം ഉച്യതേ തസ്മാദേവം വിദിത്വൈനം നാനു ശോചിതുമർഹസി. ഇനി അതിൻ്റെ വാക്കുകളുടെ അർത്ഥം നോക്കാം. അയം എന്ന് പറഞ്ഞാൽ ഈ ആത്മാവ്, അവ്യക്ത ഇന്ദ്രിയങ്ങളെ കൊണ്ട് അറിയാൻ കഴിയാത്തവനാണ്, അചിന്യ മനസ്സുകൊണ്ട് ചിന്തിക്കാനും കഴിയാത്തവനാണ്, അവികാര്യ യാതൊരു വികാരവും ഇല്ലാത്തവനാണ്, ചില പരിണാമങ്ങൾ ഒന്നും ഇല്ലാത്ത, അതായത് സ്ഥിരമായിട്ട് നിൽക്കണം. ഇത് ഉച്യതേ എന്ന് പറയപ്പെടുന്നു. തസ്മാത് അതിനാൽ, ഏവം ഇപ്രകാരം, ഏനം ഇവനെ, അതായത് ഈ ആത്മാവിനെ, വിദിത്വ അറിഞ്ഞിട്ട്, അനുശോചിതും എന്നാൽ ഇങ്ങനെ വ്യസനിക്കുന്നതിന്, ന അർഹസി നീ അർഹനല്ല എന്ന്. ഇനി അതിൻ്റെ വ്യാഖ്യാനം നോക്കാം. ആത്മാവ് ഇന്ദ്രിയ ഗോചരൻ അല്ലാത്തതിനാൽ അവ്യക്തനെന്നും, മനസ്സിനും ബുദ്ധിക്കും വിഷയമല്ലാത്തതിനാൽ അതിനെ അചിന്ത്യനെന്നും, മാറ്റങ്ങൾക്ക് അധീനനല്ലാത്തതിനാൽ അവികാര്യനെന്നും പറയപ്പെടുന്നു. അപ്പോൾ ഇന്ദ്രിയഗോചരനല്ലാത്തതിനാൽ അവ്യക്തൻ, മനസ്സിനും ബുദ്ധിക്കും വിഷയമല്ലാത്തതിനാൽ അചിന്ത്യൻ, മാറ്റങ്ങൾക്ക് അധീനനല്ലാത്തതിനാൽ അവികാര്യൻ. അങ്ങനെ മൂന്ന് തരത്തിലാണ് പറയുന്നത്. ഇപ്രകാരം ആത്മാവിനെ മനസ്സിലാക്കിയിട്ട് പിന്നെ നിനക്ക് ദുഃഖിക്കാൻ യാതൊരു അവകാശവും ഇല്ല എന്നാണ് ഭഗവാൻ പറയുന്നത്. അങ്ങനെ നീ ദുഃഖിക്കുന്നതിന് ഇവിടെ യാതൊരു പ്രസക്തിയും ഇല്ല എന്നാണ് ഈ ശ്ലോകങ്ങളുടെ അർത്ഥം. ഇനി നമുക്ക് ഈ ആധുനിക ശാസ്ത്രത്തിന് ഈ അവ്യക്തം എന്ന പ്രപഞ്ചസത്തയെ കണ്ടുകിട്ടാത്തത് എന്തുകൊണ്ടെന്ന് ഈ ശ്ലോകം നമുക്ക് മനസ്സിലാക്കി തരുന്നുണ്ട്. അതെന്താ വെച്ചാൽ, ഇന്ദ്രിയഗോചരങ്ങളായിട്ടുള്ള തെളിവുകളെ അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ് സയൻസിൻ്റെ നിരീക്ഷണ പരീക്ഷണങ്ങളൊക്കെ നടക്കുന്നത്. പക്ഷേ അക്ഷരബ്രഹ്മം എന്ന അവ്യക്ത സത്ത ഇന്ദ്രിയഗോചരമല്ല. കാരണം എല്ലാ ഇന്ദ്രിയങ്ങളും അതിൻ്റെ ഉൽപ്പന്നങ്ങളാണ്. അതുതന്നെയാണ് അതിന് കാരണം. പിന്നെ രണ്ടാമത്തത്, അമൂർത്തമാനങ്ങളെ സയൻസ് അറിയുന്നതോ കാര്യകാരണം വിചാരം വഴിയാണ്. കാര്യകാരണങ്ങളെ വിവേചിച്ചിട്ടൊക്കെയാണ്. പക്ഷേ ഈ അവ്യക്തം എന്നത് കാര്യകാരണ കർത്തൃത്വങ്ങളുടെ കാരണമാണ്. അപ്പോൾ ആ വഴിയും നടക്കില്ല. മൂന്നാമത്തെ രീതി, സയൻസിൻ്റെ മറ്റൊരു രീതി എന്ന് വെച്ചാൽ പരീക്ഷണങ്ങളാണ്. പരിണമിപ്പിച്ചാൽ മാത്രമല്ലേ പരീക്ഷണങ്ങൾ നടക്കൂ. അവ്യക്തത്തെ ഒരു വിധത്തിലും പരിണമിപ്പിക്കാൻ പറ്റില്ല. അപ്പോൾ അതിൽ ഇടപെടാനുള്ള, ഈ പരിണമിപ്പിക്കാനുള്ള എല്ലാ ഭൗതിക ഉപാധികളും ഇതിൻ്റെ അവ്യക്തത്തിൻ്റെ തന്നെ ഉൽപ്പന്നങ്ങളാണ്. അപ്പോൾ അതും നടക്കില്ല. അതുകൊണ്ടാണ് ഈ സയൻസിന് ഈ അവ്യക്തത്തെക്കുറിച്ചിട്ട് കൃത്യമായിട്ടുള്ള ഒരു പഠനം നടത്താൻ സാധിക്കാത്തത്. ഇനി നമ്മൾ ഈ ധർമ്മ സങ്കടം എന്നൊക്കെ പറയില്ലേ, അർജുനൻ്റെ മനസ്സിലെ വ്യത്യസ്ത വികാരങ്ങളുടെ സങ്കടം ആണ് ധർമ്മസങ്കടം എന്ന് പറയുന്നത്. ഇതിന് പരിഹാരമായിട്ട് നമുക്ക് പറയാൻ പറ്റുന്നത് ശരിയായിട്ടുള്ള അറിവ് മാത്രമാണ്. ഈ അറിവ് എന്താ ചെയ്യുക, വികാരങ്ങളെ അവയുടേതിനേക്കാൾ ഉയർന്നൊരു തലത്തിൽ നിലയുറപ്പിച്ച് പൂർണ്ണമായിട്ട് മനസ്സിലാക്കി തരാൻ സഹായിക്കുന്നു. ഇതൊക്കെ ഇങ്ങനെ മനസ്സിലാക്കിയാൽ പിന്നെ ഈ മഹാവിശ്വത്തിൽ ദുഃഖിക്കാനായിട്ട് നമുക്ക് യാതൊന്നും തന്നെ ഇല്ല എന്നാണ് ഭഗവാൻ പറയുന്നത്. അടുത്ത ശ്ലോകം 26-ാമത്തെ. അഥ ചൈനം നിത്യജാതം നിത്യം വാ മന്യസേ മൃതം തഥാപി ത്വം മഹാബാഹോ നൈവം ശോചിതുമർഹസി. ഇനി അതിൻ്റെ അർത്ഥങ്ങൾ നോക്കാം. അഥ ച എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ, ഏനം ഈ ആത്മാവിനെ, നിത്യജാതം നിത്യവും ജനിക്കുന്നവനായും, നിത്യം മൃതം വാ എന്ന് പറഞ്ഞാൽ നിത്യവും മരിക്കുന്നവനായും, മന്യസേ നീ വിചാരിക്കുന്നെങ്കിൽ, തഥാ അപി അങ്ങനെയാണെങ്കിൽ പോലും, മഹാബാഹോ പരാക്രമശാലിയായിട്ടുള്ള അർജുന, ഏവം ഇങ്ങനെ, ശോചിതും ദുഃഖിക്കാൻ, ത്വം ന അർഹസി നീ അർഹിക്കുന്നില്ല. ഇനി അതിൻ്റെ വ്യാഖ്യാനം നോക്കാം. അർജുന,
നിന്റെ അഭിപ്രായപ്രകാരം തന്നെ ഈ സത്യവസ്തു, അതായത് ആത്മാവ്, ഇടയ്ക്കിടെ ഉണ്ടാവുകയും ഇല്ലാതാവുകയും ചെയ്യുന്നുണ്ടെന്ന് തന്നെ സങ്കല്പിച്ചോളൂ. എന്നാൽ അത് ആ വസ്തുവിൻ്റെ സ്വഭാവമാണെന്ന് നീ മനസ്സിലാക്കണം. ഒരു വസ്തു സാധാരണയായി പലപ്പോഴും ഉണ്ടാവുകയും ഇല്ലാതാവുകയും ചെയ്യുന്നു എന്നുണ്ടെങ്കിൽ അത് അതിൻ്റെ പ്രകൃതം അല്ലെങ്കിൽ അതിൻ്റെ ഒരു സ്വഭാവമാണെന്നല്ലേ നമ്മൾ പറയുക. എന്നാലും അതിനെപ്പറ്റി വ്യസനിക്കേണ്ട കാര്യമില്ല. തീയിന് ചൂടുണ്ട് അല്ലെങ്കിൽ വെള്ളത്തിന് തണുപ്പുണ്ടെന്ന് പറഞ്ഞ് ആരെങ്കിലും തീയിനെയും വെള്ളത്തിനെയും ഓർത്ത് വിഷമിക്കാറുണ്ടോ? അതുപോലെ തന്നെയാണ് ചൂട് തീയിൻ്റെയും തണുപ്പ് വെള്ളത്തിൻ്റെയും സ്വഭാവമാണ്. അത് ഒഴിവാക്കാനാവുന്നില്ല. ഒഴിവാക്കാൻ പറ്റാത്തൊരു സ്വഭാവത്തെക്കുറിച്ച് എന്തിനാണ് നീ വിഷമിക്കുന്നത് എന്നാണ് ഭഗവാൻ ചോദിക്കുന്നത്. അതിനാൽ ആ നിലയ്ക്കും നിനക്ക് വ്യസനിക്കാൻ അർഹതയില്ല. അർജുനൻ തേർത്തടത്തിൽ തളർന്നു നിൽക്കല്ലേ. അപ്പോൾ ഓരോ കാരണങ്ങളും ഭഗവാൻ പറഞ്ഞു കൊടുക്കുകയാണ്. വിഷമിക്കേണ്ട എന്നുള്ളതിൻ്റെ കാരണങ്ങൾ അദ്ദേഹം വിവരിച്ചു കൊടുക്കുകയാണ്. ഇനി 27ാമത്തെ ശ്ലോകം. ജാതസ്യ ഹി ധ്രുവോ മൃത്യോ ധ്രുവം ജന്മ മൃതസ്യ ച തസ്മാദപരിഹാര്യേർത്ഥേ ന ത്വം ശോചിതുമർഹസി. ജാതസ്യ എന്ന് പറഞ്ഞാൽ ജനിച്ചവനെ, മൃത്യു മരണം, മൃതസ്യ മരിച്ചവനെ, ജന്മ ച പുനർജന്മവും, ധ്രുവം നിശ്ചയമായും ഉണ്ടാവും, തസ്മാത് അതിനാൽ, അപരിഹാര്യേ അർത്ഥേ ഒഴിവാക്കാൻ കഴിയാത്ത ഈ വിഷയത്തിൽ, ത്വം നീ, ശോചിതും ദുഃഖിക്കുവാൻ, ന അർഹസി അർഹനല്ല. നീ വ്യാഖ്യാനം നോക്കാം. ഉണ്ടായതിന് നാശവും നശിച്ചതിന് ഉൽപ്പത്തിയും വീണ്ടും ഉണ്ടാവലും അത് അനിവാര്യമാണ്. ഇത് മനസ്സിലായാൽ പിന്നെ ഉണ്ടായ ഒന്ന് നശിക്കുമ്പോഴോ നശിച്ച ഒന്ന് വീണ്ടും ഉണ്ടാവുമ്പോഴോ വ്യസനിക്കാനോ സന്തോഷിക്കാനോ യാതൊന്നുമില്ല. ഈ മരിക്കുന്നതിലും ജനിക്കുന്നതിലും ഒന്നും വിഷമിക്കേണ്ട യാതൊരു ആവശ്യവുമില്ല. അത് ഉണ്ടായതിന് നാശം ഉണ്ടാവും, നശിച്ചതിന് ഉൽപ്പത്തിയും ഉണ്ടാവും എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കിയാൽ മതി. ഉണ്ടാവാത്ത ഒന്ന് നശിക്കുകയോ നശിക്കാത്ത ഒന്ന് ഉണ്ടാവുകയോ ചെയ്യുന്നുണ്ടെങ്കിൽ അതിലൊരു അസാധാരണത്വം നമുക്ക് തോന്നുള്ളൂ. അങ്ങനെ ഒരിക്കലും ഇവിടെ സംഭവിച്ചിട്ടില്ല. അപ്പോൾ സംഭവിക്കുന്നതെല്ലാം സാധാരണവും അനിവാര്യവും തന്നെയാണ്. അനിവാര്യവും തീർത്തും സാധാരണവുമായിട്ടുള്ള ഒരു കാര്യത്തെക്കുറിച്ച് വ്യസനിക്കുന്നത് എന്തിനാണെന്ന് ഭഗവാൻ അർജുനനോട് ചോദിക്കുകയാണ്. ഇന്ന് ഇത്രയും മതി. അടുത്ത ദിവസം ബാക്കിയുള്ളത് നോക്കാം. നന്ദി.